ഹലോ, ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്പെഷ്യൽ പോഡ്കാസ്റ്റാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജിംഖാനയുടെ എൻറ്റയർ ടീം, നെസ്ലൻ, ഗണപതി, ലുക്മൻ എല്ലാവരും ട്രെയിൻ ചെയ്ത റിംഗ് ആണിത്. സ്പാർട്ടൻ ഫൈറ്റ്സ് ക്ലബിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇതിൻ്റെ ഓണർ, ഫൗണ്ടർ ജോയ്സ് വർഗീസുമായിട്ടാണ്. ജോയ്സ്, അപ്പോൾ ഹലോ ജോയ്സ്. അപ്പോൾ ഇതേ കോർട്ടിലാണ്, ഇതേ റിംഗിലാണ് അല്ലേ? ഇവിടെയാണ് എല്ലാവരും ട്രെയിൻ ചെയ്തത്. ഇവിടെ എല്ലാവരും ട്രെയിൻ ചെയ്തത്. എൻ്റെ ബ്രദറാണ് ട്രെയിൻ ചെയ്തത്, ജോഫിൽ. ആളാണ് എല്ലാ കോറിയോഗ്രാഫി എല്ലാം ചെയ്തത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം റെസ്ലിംഗിനെ കുറിച്ചും ബോക്സിങ്ങിനെ കുറിച്ചും. ജോയ്സ്, എത്ര വർഷമായി ഈ ബോക്സിംഗ് ഫീൽഡിൽ? മാർഷൽ ആർട്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7 വയസ്സ് തൊട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. സോ പ്യൂറായിട്ട് ബോക്സിങ് MMA ഒരു 13 വയസ്സ് തൊട്ട് ചെയ്യുന്നുണ്ട്. 13 വയസ്സ്. ഓക്കെ. സ്വന്തമായിട്ടും ബോക്സിങ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ബോക്സിങ്ങിനേക്കാൾ കൂടുതൽ ചെയ്യുന്നത് MMA മൊയ്ത്തായാണ്. MMA മൊയ്ത്തേ. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ കുറച്ച് ഈ കൊച്ചിയിലൊക്കെ തിരക്കിയപ്പോഴത്തേക്ക് ഇങ്ങനൊരു MMA കേസ് ഞാൻ ഇവിടെ ഒരിക്കലും വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. മാർഷൽ ആർട്സ് ജിമ്മും നോർമൽ ജിമ്മിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ആക്ച്വലി? രണ്ടും അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി തന്നെയാണ്. മാർഷൽ ആർട്സ് ആണെങ്കിലും നോർമൽ ജിംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതായത് അതിനകത്തുള്ള എക്യുപ്മെന്റ്സ് കൂടുതലും ഡിഫറൻസ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ മെയിനായിട്ട് ബോഡി വെയിറ്റ് എക്സസൈസിലാണ് കൂടുതൽ, മൊമെന്റ് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ മാർഷൽ ആർട്സിനുള്ള ബെനിഫിറ്റ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് കൂടുതൽ സെൽഫ് ഡിഫെൻസ്. ഓക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചാമ്പ്യൻഷിപ്പ് ആണോ, നിങ്ങൾ എന്താണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്? മെയിനായിട്ട് നമുക്ക് കോമ്പറ്റീഷൻസ് ആണ്. കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്ന ജിമ്മാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്, കോമ്പറ്റീഷൻസിനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബോക്സിങ് പഠിക്കാൻ, നോർമൽ ബോക്സിങ്, കിക്ക് ബോക്സിങ്, MMA എല്ലാം ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ നോർമൽ പ്രൊഫഷണൽ ഒരു ബോക്സർ ആകാൻ ഒരു കഴിവനുസരിച്ചായിരിക്കും, പക്ഷെ എന്നാലും മിനിമം ട്രെയിനിങ് എത്ര സമയം എടുക്കും? പീരീഡ് നല്ലൊരു ബോക്സിങ് എന്തെങ്കിലും ഒരു നോളജ് ആവാൻ വേണ്ടി മിനിമം ഒരു 3 വർഷം എടുക്കും. 3 വർഷം. ഓക്കെ. അതായത് നമ്മൾ സിൽവസ്റ്റർ സ്റ്റാലിൻ്റെ വളരെ വലിയ ഫാനാണ്. റാംബോയുടെ എല്ലാ പടങ്ങളും പണ്ടത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ ബോക്സിങ് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്ടാണ്. മൂവിയിലുള്ള പോലെ അല്ല, റിയൽ ലൈഫ്. അതെല്ലാവർക്കും അറിയാം. മൂവി അല്ല, റിയൽ. ഓക്കെ. ആ ഒരു വേൾഡ് വളരെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, മനസ്സിലായി. ആക്ഷൻ കിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ആ ഡയറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയായിരിക്കും ആ ഡയറ്റ് നോക്കേണ്ടത്, സ്പെഷ്യലി ഫോർ ജിം ആൻഡ് ഡയറ്റ്? നമുക്ക് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കോച്ചിന് ഒരു നോർമൽ നോളജ് അതിനെ പറ്റി ഉണ്ടാവുള്ള. ന്യൂട്രീഷനിസ്റ്റ് സെപ്പറേറ്റ് ആണ്. ഓക്കെ. പല ബോഡിയും പല രീതിയിലുള്ളതാണ്. ശരി. ഓക്കെ. സോ വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടി ഒരു ഡയറ്റ് ആയിരിക്കും, വെയിറ്റ് കട്ടിങ്ങിന് വേണ്ടി വേറെ ഡയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബൾക്ക് ചെയ്യാൻ വേറെ ഡയറ്റ് ആയിരിക്കും. ആ ഡിപ്പെൻസ് ഓൺ അത്ലറ്റ് ആ ഒരു ന്യൂട്രീഷനിസ്റ്റ് തീരുമാനിക്കും. ഓക്കെ. പിന്നെ അതുപോലെ ഇഞ്ചുറി വന്നാലും നമ്മൾ കോച്ചസ് അല്ല ചെയ്യാറ്, നമുക്ക് ഫിസിയോ ഉണ്ടല്ലേ, ഫിസിയോതെറാപ്പിസ്റ്റ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ചോദിക്കുന്നത്, എനിക്ക് എൻ്റെ പ്രേക്ഷകർക്ക് അറിയേണ്ട മെയിൻ കാര്യം, സ്പെസിഫിക് ഏജ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിപ്പം 37-38 ഏജ് ആയി. അപ്പം ഈസ് ദർ എനി സ്പെസിഫിക് ഏജ്? അതായത് ഇനി ബോക്സിംഗ് പഠിക്കാൻ പറ്റുമോ? ബിക്കോസ് ഇപ്പോൾ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ഏജ് ഒന്നുമില്ല ട്രെയിൻ ചെയ്യാനായിട്ട്. കോമ്പറ്റീഷൻ ലെവലിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഏജ് ഉള്ളൂ. ഏജ് അതിന്റെ എത്രയാണ്? മാസ്റ്റേഴ്സ് കാറ്റഗറി ഉണ്ട്, ലിമിറ്റ് ഇല്ല. അറൌണ്ട് 54-55 വരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക്. ഇവിടെ ഇപ്പൊ നമ്മുടെ ക്ലബിലാണെങ്കിൽ ഒരു 53 വരെയുള്ള ഏജ് വരെയുള്ള ഒരു അഡ്മിഷൻ ഉണ്ട്. ഓക്കെ. 53 ട്രെയിൻ ചെയ്യുന്നവരുണ്ട് ഇവിടെ. ഓക്കെ. എത്ര ട്രെയിനേഴ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ സ്പാർട്ടൻസ്? നമുക്ക് ഇവിടെ ഒരു 9 ട്രെയിനേഴ്സ് ഉണ്ട്. 9 ട്രെയിനേഴ്സ്. ഓക്കെ. ആൻഡ് ഓൾ ആർ ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. എല്ലാവരും കോമ്പറ്റേറ്റ് ചെയ്ത ട്രെയിനേഴ്സ് ആണ്. ഓക്കെ. മിനിമം സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ മെഡലിസ്റ്റുകളാണ്. ഓക്കെ. ഇന്റർനാഷണൽ മെഡലിസ്റ്റ് വന്ന സ്റ്റുഡൻറ് കം ട്രെയിനർ ആണ് എനിക്ക്. ഗ്രേറ്റ്. ഇന്റർനാഷണൽ സിൽവർ, ഇന്റർനാഷണൽ ഗോൾഡ് ടൈറ്റിൽ ബെൽറ്റ്. അത് ഞാൻ ഈ ഓഫീസ് ഫുള്ള് കണ്ടു. പിന്നെ വെളിയിലും ട്രോഫീസ് ഒക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ ഈ WWE കിട്ടുന്നുള്ള അത് ഇന്ത്യയിലേക്ക് ഫസ്റ്റ് വന്ന ബെൽറ്റാണ്. വേൾഡ് മുയ് തായ് ഓർഗനൈസേഷന് ഇന്ത്യയിലേക്ക് ഫസ്റ്റ് വന്ന ബെൽറ്റ് കൊണ്ടുവന്നത് നമ്മുടെ ജിമ്മാണ്. ഗ്രേറ്റ്, മനസ്സിലായി. പിന്നെ സ്പാർട്ടൻസ് നിങ്ങളുടെ ഇതിൻ്റെ ഇത് എനിക്ക് തോന്നുന്നത് ഇതാണ് ഹെഡ് ഓഫീസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ വേറെ ബ്രാഞ്ചസോ? വേറെ നമുക്ക് 4 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾ ഫ്രാഞ്ചൈസി ആയിട്ട് വല്ലതും ആരെങ്കിലും അപ്രോച്ച് ചെയ്യണമെങ്കിൽ കൊടുക്കുമോ? നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ കൊടുക്കും, പക്ഷെ അവരുടെ ഒരു നിങ്ങൾ പോയി സെറ്റപ്പ് ഒക്കെ കാണും. ഈ ഫ്രാഞ്ചൈസിയിൽ എന്തൊക്കെയായിരിക്കും കണ്ടീഷൻസ്? നിങ്ങൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫ്രാഞ്ചൈസി തുടങ്ങണം സ്പാർട്ടൻസിൻ്റെ. എൻ്റെ സ്ഥലം തിരുവല്ലയല്ലേ, അപ്പോൾ തിരുവല്ലയിലോട്ട് എനിക്ക് ഒരു ഫ്രാഞ്ചൈസി എടുക്കണം. നമുക്ക് ആ അടുത്തൊരു ബ്രാഞ്ച് നമ്മുടെ അക്കാഡമിയുടെ ഇതിൽ ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ മിനിമം ഒരു 25 കിലോമീറ്റർ ഡിസ്റ്റൻസ് വേണം. ഒന്ന്. ഓക്കെ. 2 ക്രിമിനൽ റെക്കോർഡ്സോ ഡ്രഗ്സ് അങ്ങനെയുള്ളൊരു സംഭവം യൂസ് ചെയ്യുന്ന
ഒരു ആളാവരുത്, അതിനെപ്പറ്റി അന്വേഷിക്കും, ക്രിമിനൽ കേസൊന്നും പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ട്രെയിനേഴ്സിനെ ആദ്യം കുറച്ച് ഹെൽപ്പ് ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അണ്ടർസ്റ്റുഡ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ബോക്സിങ്ങിൽ എല്ലാവർക്കും ഒരു ചെറിയൊരു പേടിയുണ്ട്, അതായത് ഇഞ്ചുറി കിട്ടാനുള്ള പേടി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാ സ്പോർട്സിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. നമുക്ക് എന്ത് സാധനവും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കിട്ടിയാലാണ് നമ്മളതിനകത്തുനിന്ന് റിക്കവർ ആവാണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക. ഓക്കെ. ബോക്സിങ് അല്ലെങ്കിൽ ഏതൊരു കോമ്പാക്ട് സ്പോർട്സ് ആണെങ്കിലും നമുക്കൊരു സ്ട്രൈക്ക് കിട്ടുമെന്ന് നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് അറിയാം. ഓക്കെ. അപ്പോൾ നമ്മൾ അത്രയ്ക്കും പ്രിപ്പയർഡ് ആവും. ഓക്കെ. നമ്മളിപ്പോൾ കാർ ഓടിച്ചു, ബൈക്ക് ഓടിച്ചു, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആക്സിഡന്റ് ആവുന്നത്. ഓക്കെ, മനസ്സിലായി. ഒരു ബൈക്ക് മോട്ടോർ സ്പോർട്സിന്റെ അത്ര ഇഞ്ചുറി ഒരിക്കലും ബോക്സിങ്ങിനോ MMA-ക്കോ വരില്ല. കറക്റ്റ്. ഓക്കെ. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ആ ഒരു പേടി ഉണ്ടായതുകൊണ്ടാണ്. ബിക്കോസ് ഈ മൂവീസിലൊക്കെ കാണുന്നല്ലേ, നേരത്തെ പറഞ്ഞല്ലേ മൂവീസിൽ കാണുന്നില്ലേ, ഇഞ്ചോർഡ് ആവുന്നു കുറച്ച്, അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടെന്ന് എനിക്ക് ചെറിയൊരു തോന്നൽ തോന്നുന്നുണ്ട്. തീർച്ചയായും ഉണ്ട്. എല്ലാ സ്പോർട്സിനും ഉള്ളതാണ്. കറക്റ്റ്. ബോക്സിംഗ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഷുവർ എല്ലാ സ്പോർട്സിനും ഉണ്ട്. കെയർഫുൾ ആയിരിക്കും അല്ലേ? പിന്നെ അതേപോലെ പ്രോപ്പർ ആയിട്ട് നല്ല കോച്ചിന്റെ അടുത്ത് ട്രെയിൻ ചെയ്യുക. ഓക്കെ, മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഗേൾസ് ഒക്കെ നിങ്ങൾ വരുന്നുണ്ടായിരിക്കും അല്ലേ ട്രെയിനിങ്ങിന്? ഓക്കെ. അപ്പോൾ ഇത് കൂടുതലും ബോക്സിങ് കുറച്ചും കൂടെ എസ്പെഷ്യലി ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ ആൾക്കാർ ആലപ്പുഴ ജിംഖാന ഇറങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ ആൾക്കാർ ബോക്സിങ്ങിലോട്ട് കുറച്ചും കൂടെ അട്രാക്ട് ആവുന്നത് നമ്മൾ കാണാനുണ്ട്. അപ്പോൾ ഐ തിങ്ക് സോ നിങ്ങൾക്ക് എൻക്വയറീസും കുറേ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ലുക്മാൻ ആണെങ്കിലും ഗണപതി, നസ്ലീൻ, എല്ലാ ടീം ഫുള്ള് ഇവിടെ ട്രെയിൻ ചെയ്തു. ഞാൻ ഇടയ്ക്ക് വീഡിയോസ് കണ്ടിരുന്നല്ലോ അതിന്റെ. പക്ഷെ ട്രെയിൻ ചെയ്യിപ്പിച്ച എന്റെ ബ്രദറാണ്, എന്റെ ചേട്ടനെ പോലെ ജോഫില്, അതാണ് കോറിയോഗ്രാഫി എല്ലാം ചെയ്തത്. ബാക്കി എല്ലാം ഹെൽപ്പും ചെയ്ത് ഞാനാണ്. റിംഗ്, ബാക്കി ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തത് ഞാനാണ്. the boxing sequence were beautiful. പടത്തിനകത്ത് ആ ഒരു ബോക്സിംഗിന്റെ അത്രയ്ക്ക് അവർ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോക്സിംഗ് സീക്വൻസ് were fantastic. ഡെയിലി ഒരു 3 to 4 hours എല്ലാം അവർ ട്രെയിൻ ചെയ്യാറുണ്ട്. ആണല്ലേ? കൊച്ചിയിൽ ഇങ്ങനൊരു സ്ഥലത്താണെന്ന് സത്യം പറഞ്ഞാൽ ആരും അറിഞ്ഞില്ല ആക്ച്വലി. നിങ്ങൾ അത്രയും സീക്രസി ആയിട്ടാണ് വെച്ചിരുന്നല്ലേ? ഓക്കെ, മനസ്സിലായി. ഓക്കെ. ഇനി ബോക്സിങ്ങിനെ കുറിച്ച് ആൾക്കാർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വല്ലതും സജഷൻസോ എല്ലാം പറയാനുണ്ട്? അതായത് ബോക്സിങ് അതിനോട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്റ്റാർട്ടിങ് ട്രബിള് മാറാനായിട്ട് ഒരു ഫസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ. നെവർ സ്റ്റെപ്പ് ബാക്ക്. ഓക്കെ. ആൻഡ് പിന്നെ ഒരു ബിഗ് ഡ്രീം പോലെ കാണാം. ഓക്കെ. പിന്നെ മറ്റ് പല പല ജിംസ് ചൂസ് ചെയ്യുമ്പോൾ ഡിസൈഡ് ചെയ്യാം. Okay. If you want to fly like eagle, don't swim with ducks. Okay. And സ്പാർട്ടൻസ് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അതെ, of course. Yes. ആ ഒരു കോൺഫിഡൻസ് എന്തുകൊണ്ടാണ്? കാരണം നമ്മള് ഒറ്റ രീതിയിൽ ഒരു മഴ പെയ്യുമ്പോൾ മുളച്ചു വന്നല്ല സ്പാർട്ടൻസ്. മനസ്സിലായി. ഓക്കെ. നമ്മൾ ജസ്റ്റ് ഒരു ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ ഒരു 10 വർഷമായി. ഗ്രേറ്റ്. ഓക്കെ. അപ്പൊ നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് അറിയാം. ഓക്കെ, മനസ്സിലായി. ഓക്കെ. ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു ജിം ഒറ്റയടിക്ക് മുളച്ചുണ്ടാക്കി വെച്ചതല്ല. ഓക്കെ. സോ നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ്, ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് കേരളത്തിൽ, ഏറ്റവും കൂടുതൽ ഓവറോൾ ചാമ്പ്യൻസ്, ഏറ്റവും കൂടുതലുള്ള അക്കാഡമി സ്പാർട്ടൻസ് ആണ്. സോ ഗ്രേറ്റ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ടെ, ബോക്സിങ്ങിന് കുറച്ചും കൂടെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫ്ലറിഷ് ആവണമെന്നൊരു ആഗ്രഹം തോന്നുന്നില്ലേ? ഉണ്ട്. കമ്പയർഡ് ടു other states and countries also we are so behind. അത് മാറണം, അല്ലെങ്കിൽ അത് മാറ്റാനായിട്ട് കുറച്ചും കൂടെ ഒക്കെ യൂത്ത് വരണമെന്നോ അതെങ്ങനെയായിരിക്കും? അത് യു ഹാവ് എനി കമന്റ്സ് ഓൺ ദാറ്റ്? ഗവൺമെന്റിനെ കുറ്റം പറയല്ല, പക്ഷേ ഡിപ്പെൻസ് അതിലിരിക്കണവരുടെ ഓരോ ഇത്, പിന്നെ ഫെഡറേഷൻ്റെ ഓരോ ആൾക്കാരുടെ അവയർനെസ്സും കൂടെ, പിന്നെ ജനകീയമല്ല ഈ ഗെയിം, അങ്ങനെ ഒരു തോട്ടലാണ്. എല്ലാവർക്കും ക്രിക്കറ്റ് ഇപ്പൊ നമുക്ക് എവിടെയും കളിക്കാം. ഫുട്ബോൾ ജസ്റ്റ് ഒരു ബോൾ മതി, ജസ്റ്റ് ഒരു ഗ്രൗണ്ട് മതി. കുറച്ചുകൂടി ജനകീയമാണ്. മനസ്സിലായി. ബോക്സിംഗ് ഇപ്പൊ കുറച്ച് നാൾ ട്രെയിൻ ചെയ്ത് അപ്പൊ തന്നെ കോച്ചാവണവർ ഉണ്ട് ഇവിടെ. സോ ഒരു ക്വാളിറ്റി ഇല്ലാത്തവരുടെ കയ്യിൽ പോയിട്ടും കുട്ടികൾ മനസ്സിലായി പോണതുണ്ട്. അല്ല, ഈയിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് തന്നെ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞ്, എടാ ഞാൻ ബോക്സിങ്ങിൻ്റെ, പക്ഷേ ഇവിടെ അല്ല, വേറൊരു സ്ഥലത്താണ്. എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എടാ ഇതുവരെ എനിക്ക് ആ ഗ്ലൗസ് ഒന്നും ഇടാൻ പറ്റിയില്ല, 3 മാസമായി ഇതുവരെ എന്നെ ഇരുത്തി ഓടിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മുടെ ഇവിടെ 1.5 hours സെക്ഷൻസ് ആണ്. ഓക്കെ. നമ്മുടെ വാമപ്പ് ആണെങ്കിലും എല്ലാം ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ട ഡ്രിൽസ് നമ്മൾ ചെയ്യിപ്പിക്കുള്ളൂ. ഓക്കെ. നമുക്ക് കുറേ റൗണ്ട് ഓടാനാണ്, കുറേ പുഷപ്സ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ജിമ്മിലോ
ഏതെങ്കിലും ക്രോസ്ഫിറ്റ് അക്കാഡമിയിലോ ഏതെങ്കിലും ഫിസിക്കൽ ട്രെയിനറിൻ്റെ അടുത്ത് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പോയാൽ മതി. എക്സാക്ട്ലി. ഒരിക്കലും നമുക്ക് ബോക്സിംഗ് ക്ലബ്ബിൽ പോകേണ്ട ആവശ്യമില്ല. സോ അത് ആ കോഴ്സ് ആ ഒരു മെത്തേഡ് ഞങ്ങളുടെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് അവിടെ. ഒന്നിലെ കോമ്പറ്റീഷൻ അത്ലറ്റായിട്ട് നിൽക്കാം, അതിൽ ജസ്റ്റ് നോർമലായിട്ട് ട്രെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരാൾ വരുമ്പോഴത്തേക്ക് ആളെന്താണോ പറയുന്നത്, എനിക്കിനി പ്രൊഫഷണലി പോകാനാണ്, ഇല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഫോർ മൈ ബോഡി ഫിറ്റ്നസ് ആൻഡ് ഓക്കെ, മനസ്സിലായി. അപ്പം അതനുസരിച്ചുള്ള നിങ്ങൾ ന്യൂട്രീഷനും പിന്നെ അതനുസരിച്ചുള്ള ഫുഡും എല്ലാം ചെയ്ത് കൊടുക്കും. പിന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഫുഡിൽ? കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ് സത്യം പറഞ്ഞത്? കോമ്പറ്റേറ്റീവ് അത്ലറ്റ്സ് ആണ് റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ. കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഷുഗർ ഒബ്വിയസ്ലി, വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ഷുഗർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഐ തിങ്ക് ഓയിലി ഫുഡ്സ് ആൻഡ് സോ മെനി തിങ്സ് സിമിലർ ടു സ്ട്രെസ് പോകാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാം, അവർക്ക് ട്രെയിൻ ചെയ്യാം. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പം ജിംഖാന, ആലപ്പുഴ ജിംഖാന നിങ്ങൾ ചെയ്തു, അപ്പോൾ ഇനിയും ഇതേപോലുള്ള ബോക്സിംഗ് മൂവീസ് വരാൻ ഫ്യൂച്ചറിൽ വരുവാണെങ്കിൽ വിൽ യു ബി ഇൻട്രസ്റ്റഡ് ടു? ഓഫ് കോഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് കോച്ചായവരുണ്ട്, കോമ്പറ്റേറ്റീവ് എത്തും. ഓക്കെ. ഒത്തിരി പേരുണ്ട് ഇവിടെ. മനസ്സിലായി. എക്സ്പെഷ്യലി നമ്മുടെ കേരള സൗത്ത്. അത് നമുക്ക് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, പക്ഷേ അവരുടെ അത്ലറ്റ് വന്ന് ഇഞ്ചുറി ആകുമ്പോഴേക്കും നമുക്ക് അല്ല, പക്ഷേ അവർക്കും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജസും അതും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ജോയ്സിനാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ജോയ്സിനാണ് എനിക്ക് കുറച്ചും കൂടെ താല്പര്യം തോന്നിയെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ചും കൂടെ പ്രൊഫഷണലിയും കുറച്ചും കൂടെ നിങ്ങൾ ആ ഒരു ട്രഡീഷണൽ വേയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് തന്നെ. അല്ലാതെ ആ ഒരു ഷോ അല്ലെങ്കിൽ ആ ഒരു മറ്റേ വലിയൊരു സംഭവമായിട്ട് കാണിക്കുക അങ്ങനെയൊന്നുമുള്ള നിങ്ങളല്ല. യൂഷ്വലി നിങ്ങളുടെ എന്താണോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് കണ്ടപ്പോഴാണ്. അതുകൊണ്ടാണ് ഐ വാസ് ഇൻട്രസ്റ്റഡ്. ജെനുവിനായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. സോ ഇപ്പോഴത്തുള്ള ആ ഒരു ട്രെയിനേഴ്സിൻ്റെ അടുത്തു നിന്നും അവിടെ നിന്നും ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. പീപ്പിൾ വിൽ നോ, പീപ്പിൾ വിൽ കം ടു യു ആഫ്റ്റർ. നമ്മളാരും ഫോഴ്സ് ചെയ്യാറില്ല നമ്മുടെ ജിമ്മിൽ. ഓക്കെ. മാക്സിമം 2 or 3 ട്രെയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഓക്കെ. നമ്മളിങ്ങനെയാണ്, ഇങ്ങനെ സ്ട്രിക്റ്റ് ആണ്, അല്ലാതെ പേയ്മെന്റ് മാത്രം നോക്കി ട്രെയിൻ ചെയ്യാറില്ല. മനസ്സിലായി. സോ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതാണ് 100%. എസ്പെഷ്യലി കോമ്പറ്റേറ്റീവ് ചെയ്യുന്ന ആൾക്കാർക്ക്, കോമ്പറ്റീഷൻ ചെയ്യുന്നവരാണെങ്കിലും കോമ്പറ്റീഷൻ ചെയ്യാത്തവരാണെങ്കിലും ജിമ്മിന്റെ റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ. അറ്റ് എനി കോസ്റ്റ്. അവരാരോ എന്തോ ആയിക്കോട്ടെ. മനസ്സിലായി. അത് അവരുടെ ഇത് ജിമ്മിൻ്റെ ഇത്. ഓക്കെ. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു ടോപ്പിക് എടുത്ത് സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കാലത്ത് നമുക്കറിയാലോ ഇപ്പോൾ കൊച്ചിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡ്രഗിനോടൊക്കെ കൂടുതൽ യങ്സ്റ്റേഴ്സും എല്ലാവരും അഡിക്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പോർട്സ് ഈസ് സംതിങ് വെയർ യങ്സ്റ്റേഴ്സ് ക്യാൻ ഗെറ്റ് ഇൻവോൾവ്. ഇപ്പം ബോക്സിങ്ങും ഇതേപോലുള്ള സ്പോർട്സിലൊക്കെ യങ്സ്റ്റേഴ്സ് കൂടുതൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഡ്രഗ്സും അതിനോടുള്ള അട്രാക്ഷനൊക്കെ മാറുമെന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് യു തിങ്ക്? പാരൻസ് ആയാലും എല്ലാവരാണെങ്കിലും മെയിനായിട്ട് ചിന്തിക്കേണ്ടത് അവരെ സ്പോർട്സിൽ എക്സ്ട്രീം ആക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. നല്ല സ്പോർട്സിൽ. മനസ്സിലായി. അതാകുമ്പോൾ ഡോപ്പിംഗ് ഉണ്ടാവും. നിങ്ങൾ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ടോ? നമുക്ക് വളരെ ഡോപ്പിംഗ് ഉണ്ട്. മൊയ്ത്തെ രണ്ടിലും ഡോപ്പിംഗ് ഇല്ലാതെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? നമ്മളിവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ MMA ബ്ലഡ് ടെസ്റ്റ് എടുക്കും. ഓ. വേറെ നമ്മുടെ അടുത്ത് MMA സ്റ്റേറ്റ് ഫെഡറേഷൻ്റെ ഹെഡ് ഓഫീസാണ് ഇരിക്കുമ്പോൾ. മനസ്സിലായി. സോ നമ്മൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടാണ് 12 വയസ്സിനുള്ള എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. എത്ര ദിവസത്തെയാണത് കോമ്പറ്റീഷൻ? എത്ര ദിവസം മുമ്പാണ്? നമുക്കതിന് വാലിഡിറ്റി 6 months ഉണ്ട്. ഓക്കെ. നമ്മളിവിടെ 4 months പറയാറുണ്ട്. കാരണം നാഷണൽ ഡേറ്റ് കൂടി നോക്കിയിട്ട് 4 months വാലിഡിറ്റിയിലാണ് നമ്മൾ ഡോപ്പിംഗ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഡ്രഗ് ടെസ്റ്റ് ഈസ് മാൻഡേറ്ററി? ഓഫ് കോഴ്സ്. ഓക്കെ, മനസ്സിലായി. സോ അങ്ങനെ ഒരു ലെവലിൽ ഒരു ബിഗ് ഡ്രീം കാണുന്ന ഒരു കുട്ടി ഒരിക്കലും ആ ഒരു ഡ്രഗിലോട്ടോ ഒന്നിലോട്ടോ പോകില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പാരൻസിനോട് എല്ലാവരും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ കുട്ടികൾക്ക് എത്ര പ്രായം മുതൽ അവർക്ക് തുടങ്ങാം? ഫോർ എക്സാമ്പിൾ ദേ വാണ്ട് ടു ബിക്കം എ പ്രൊഫഷണൽ ബോക്സർ. അപ്പോൾ ഏജിൽ നമ്മൾ അത്യാവശ്യം തിരിച്ചറിയാവുന്ന പ്രായം ഒരു 5 വയസ്സ്. 5 വയസ്സിന് മേലേക്കുള്ളവരെ അഡ്മിഷൻ എടുക്കും. അതനുസരിച്ച് നിങ്ങൾ ട്രെയിൻ ചെയ്ത് അവരെ സ്ലോലി. ഓക്കെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5-6 ഇയേഴ്സിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഹി ക്യാൻ ഒരു 8 വയസ്സോട് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം കോമ്പറ്റീഷൻസിനൊക്കെ നിങ്ങൾ പയ്യെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ. അതിന് തന്നെ സൈനപ്പും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഓക്കെ. എനിക്ക് മെയിനായിട്ട് വേറൊരു കാര്യം ചോദിക്കാമെന്ന് വെച്ചാൽ, ഈ ഇൻ്റർനാഷണൽ റെസ്ലേഴ്സോ ബോക്സേഴ്സൊക്കെ നോക്കുവാണെങ്കിലും സ്റ്റാമിന വൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത്? നമ്മുടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, ഇന്ത്യൻ ബോക്സിങ്ങിലുള്ള ആ ഒരു സ്റ്റാമിന, ഐ തിങ്ക് സോ ഇറ്റ് ഈസ് ലെസ് കമ്പയർഡ് ടു ദം
ഇപ്പോൾ അങ്ങനെയല്ല അല്ലേ? മുൻപ് ഓക്കെ. പിന്നെ ജനറ്റിക്കലി അവർ കുറച്ചുകൂടി മറ്റേ യൂറോപ്യൻസ് ആണെങ്കിലും അവർ കുറച്ചുകൂടി ബ്ലെസ്ഡ് ആണ് അവരുടെ ജനറ്റിക്കലും അവരുടെ ആ ഒരു. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് എത്തിക്കാൻ പറ്റുമോ? ശരി, കുറേയൊക്കെ ജീനിൻ്റെ ആണ്. ഓക്കെ. സോ പിന്നെ നമ്മുടെ കൺട്രിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലൈമറ്റും ഒരു പ്രോപ്പറായിട്ട് വരുന്ന ടൈമാണ്. ഓക്കെ. യൂറോപ്പ് അങ്ങനെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ചൂടാണെങ്കിൽ നല്ല ചൂട്, തണുപ്പാണെങ്കിൽ അത്ര തണുപ്പ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്തവരാകുമ്പോൾ അതിന് കുറച്ചുകൂടി മനസ്സിലായി. ഓക്കെ. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ലെവൽ വരെ ട്രൈ ചെയ്ത് നിൽക്കാൻ നോക്കാം അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഹൈ സ്റ്റാൻഡേർഡ് തന്നെയാണ്. റെസ്ലിംഗ് ആണെങ്കിലും ബോക്സിംഗ് ആണെങ്കിലും എല്ലാം ഇന്ത്യയിൽ. ഗുസ്തി, ദീസ് ഓൾ ഓഫ് കോഴ്സ് എല്ലാം ആ ഒരു റഷ്യൻസ് കുറച്ചുകൂടി അവരുടെ മദർ ഗെയിം പോലെ കാണുന്ന സംഭവമാണ്. അപ്പോൾ അവർക്ക് പ്ലസ് അവരുടെ ജെനറ്റിക്സും ഇറ്റ്സ് കോൾഡ് കൺട്രീസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ ജെനറ്റിക്സും ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഐ അഗ്രി വിത്ത് ദാറ്റ്. അപ്പോൾ ഈ ഒരു ഫൺ ചാറ്റ് മിസ്റ്റർ ജോയ്സുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ബോക്സിങ്ങിനെ കുറിച്ചും മാർഷൽ ആർട്സിനെ കുറിച്ചും MMA കുറിച്ചുമുള്ള ഏകദേശമുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പാർട്ടൻസ് മാർഷൽ ആർട്സ് ഫിറ്റ്നസ് സെൻറ്റർ ഇവിടെ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. എസ്പെഷ്യലി പാരൻസ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കുറച്ചും കൂടെ ഒക്യുപ്പൈ ചെയ്ത് അവർക്ക് ഇങ്ങനെയുള്ള സ്പോർട്സുകളിലോട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നുവാണെങ്കിൽ ഒബ്വിയസ്ലി യു ഷുഡ് വിസിറ്റ് ദിസ് പ്ലേസ്. ഞാൻ വിസിറ്റ് ചെയ്ത് എൻ്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുക. ഇറ്റ്സ് ഓസം പ്ലേസ് ആൻഡ് ദർ ആർ ഗുഡ് ട്രെയിനേഴ്സ്. ഓൾ ദ ട്രെയിനേഴ്സ് ആർ വെരി മച്ച് ടാലൻറ്റഡ്. ഓൾ ദ ട്രെയിനേഴ്സ് ഹെൽപ്പ് യു ഇൻ ഈച്ച് ആൻഡ് എവറി വേ. അപ്പോൾ താങ്ക് യു ജോയ്സ്. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി പോഡ്കാസ്റ്റ് കണ്ടന്റുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.